ബൻസിപൂർ എന്ന ഗ്രാമമുണ്ടായിരുന്നു. കാലാവസ്ഥ പ്രശ്നം കാരണം അവിടെ വൈദ്യുതി കുറച്ചു നാളായിട്ടില്ലായിരുന്നു. ബൻസിപൂർ ഗ്രാമത്തിൽ പണ്ട് പ്രകാശത്തിന്റെ കളികളായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ മുഴുവൻ കൂരിരുട്ടാണ്. അവിടുത്തെ ആൾക്കാർ താമസിക്കുന്നത് കണ്ട എത്രയോ നാള് വൈദ്യുതി ഇല്ലാത്ത പോലെയാണ്. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും കിണറിൽ നിന്നും വെള്ളം കോരി അവരുടെ ദിനചര്യ കാര്യങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം, അയ്യോ എനിക്ക് വയ്യേ, വെള്ളം കോരി കോരി എന്റെ നടുവങ്ങ് ഒടിഞ്ഞെന്ന് പറഞ്ഞാ മതി. വർഷങ്ങളായി ഈ കിണറിൽ വെള്ളം കോരി കോരി ഞാൻ മടുത്തു. നടുവേനാണെങ്കിൽ എന്ത് പറയണ ചേച്ചി, വെള്ളം കോരിയല്ലേ പറ്റൂ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കിണർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ഈ കിണർ എല്ലാവർക്കും ദൈവത്തെ പോലെയാ. സത്യ പറഞ്ഞ ചേച്ചി, വൈദ്യുതി ഇല്ലാണ്ടായപ്പോഴേ ഇതിന്റെ വിലയൊക്കെ മനസ്സിലാവുന്നേ. വൈദ്യുതി ഇല്ലാത്തോണ്ട് ബാക്കി സാധനങ്ങളൊക്കെ വെറുതെ ഇരിക്കുക, ഈ കിണർ മാത്രം ഉപയോഗിക്കുന്നു. ആ ഒരു ദിവസം ഈ ഗ്രാമത്തില് ആ കൊടുങ്കാറ്റ് വീശിയില്ലായിരുന്നെങ്കിൽ വൈദ്യുതി പോവില്ലായിരുന്നു. ട്രാൻസ്ഫോമർ അല്ലേ അടിച്ചു പോയത്, ഇല്ലേ നമ്മുടെ ഗ്രാമത്തിൽ വൈദ്യുതി ഉണ്ടായിരുന്നേനെ. അങ്ങനെ ഗ്രാമത്തിലെ എല്ലാവരും അവരവരുടെ ദുഃഖങ്ങൾ പങ്കിട്ടുകൊണ്ട് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വെള്ളം കോരി എല്ലാവരും അവരവരുടെ വീട്ടിലേക്കും പോയി. ഒരു ദിവസം നന്ദിനി കിണറിൽ നിന്നും വെള്ളം കോരി തുണി കഴുകുകയായിരുന്നു. സ്വന്തമായി അവള് പറഞ്ഞു, എന്റെ ഈശ്വരാ, ഈ വൈദ്യുതി ഇല്ലാത്തോണ്ട് മോട്ടർ അടിച്ച് വെള്ളം കയറ്റാനും പറ്റുന്നില്ല. തുണി കഴുകി കഴുകി എന്റെ നടുവ് പോയി. സ്ത്രീധനമായിട്ട് ഈ വാഷിംഗ് മെഷീൻ കിട്ടിയിട്ട് എന്ത് കാര്യം, ഇതിനെ വിൽക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ദിവസം അഞ്ജന വിശറി കൊണ്ട് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അഞ്ജന അവളുടെ അമ്മായിയമ്മോട് പറഞ്ഞു, അയ്യോ ചൂട് ചൂടേ, ഈ AC കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്. ഇതിനെ വിറ്റ് പൈസയാക്ക് മോളെ. വൈദ്യുതി ഇല്ലാണ്ട് ഈ ACയുടെ ഒരു കാര്യവും ഇല്ല ഇവിടെ. അങ്ങനെ ഒരു ദിവസം ആ ഗ്രാമത്തിൽ നല്ല കൂരിരുട്ടായിരിക്കുകയായിരുന്നു. ആ ഗ്രാമത്തിലെ എല്ലാ ആണുങ്ങളും ജോലി പെട്ടെന്ന് തീർത്ത് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. കാരണം വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് തന്നെ രാത്രിയാവുമ്പോൾ അവിടെ കൂരിരുട്ടാവുമായിരുന്നു. ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റില്ല. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി സുനിൽ അവന്റെ ഭാര്യയോട് പറയും, മല ഇരുട്ട് ഒരുപാടായിട്ടുണ്ട്. നമ്മുടെ അയൽപ്പക്കക്കാരെല്ലാം വാതിലടച്ചെന്ന് തോന്നുന്നു. നീ പോയി വാതിലടച്ചിട്ട് വാ, ഞാൻ ടെറസിൽ പാവിരിക്കാൻ പോവാണേ. ഇരുട്ടിക്കഴിഞ്ഞ എല്ലാവരും അവരവരുടെ വാതിലടച്ച് എല്ലാരും വീടിന്റെ അകത്ത്. അങ്ങനെ മാലയും വാതിലൊക്കെ അടച്ച് നേരെ മെഴുകുതിരിയും കൊണ്ട് ടെറസിലിട്ട് പോയി കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പെടുക്കും. മാല ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോ വീടിന്റെ വാതിലാരോ മുട്ടുന്ന ശബ്ദം അവൾക്ക് കേൾക്കാൻ പറ്റി. മാല അപ്പൊ തന്നെ ഭർത്താവായ സുനിലിനെ തട്ടി വിളിപ്പിക്കും. ഏട്ടാ, അതെ, ഈ രാത്രി നമ്മുടെ വീട്ടിലാരാ? ഞാൻ നോക്കിയിട്ട് വരാം. അയൽപക്കത്തെ ടെറസിൽ കിടന്ന ആ പയ്യൻ അവനോട് പറയും, എന്നെ പൊന്നു സുനിച്ചേട്ടാ, ഈ രാത്രി വാതിലൊന്നും തുറന്നേക്കരുത് കേട്ടോ. വല്ല കള്ളന്മാരെ വല്ലതും ആയിരിക്കുന്നേ. അതെ, പിന്നെ നമ്മുടെ നാട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അയൽപക്കക്കാരൻ പറഞ്ഞത് കേട്ട് സുനിൽ വാതില് തുറക്കാനായിട്ട് പോയില്ല. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ ഇപ്പോ കള്ളന്മാരുടെ ശല്യവും കൂടിക്കൂടി വരികയായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും കള്ളന്മാരെ പേടിച്ച് ഉറക്കവും കളഞ്ഞിരിക്കും. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു മരത്തിന്റെ ചോട്ടിൽ കുറെ സ്ത്രീകൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അഞ്ജനയുടെ അമ്മായിയമ്മ പറയും, എന്റെ പൊന്നു ചേച്ചിയെ, നമുക്കിനി വൈദ്യുതി കിട്ടൂന്ന് തോന്നുന്നില്ല. പറഞ്ഞു പറഞ്ഞ് 2 വർഷം നീണ്ടുപോയി വൈദ്യുതി ഇല്ലാണ്ട്. വൈദ്യുതി ഇനി നമുക്ക് കിട്ടൂന്ന് തോന്നുന്നില്ല. അതെ അമ്മ, ഞാൻ ഇപ്പോഴാ ഓർത്തത്. സ്കൂളിൽ ഞാൻ സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് വൈദ്യുതി തരുമെന്നാണ്. അതെങ്ങനെ മോളെ? അത് പിന്നെ സോളാർ എനർജി എന്നാണ് അതിനെ പറയുന്നത്. സൂര്യകിരണങ്ങൾ കൊണ്ട് അത് വൈദ്യുതി ഉൽപ്പാദിച്ച് നമുക്ക് തരും. പ്രകൃതിക്ക് പോലും അത് ഹാനികരമല്ല. അത് നമുക്ക് വൈദ്യുതി തരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വൈദ്യുതി തരുന്ന ഒരു കാര്യം നിനക്ക് അറിയായിരുന്നെങ്കിൽ നേരത്തെ എന്താ അഞ്ജന ഞങ്ങളോട് പറയാതിരുന്നേ? ഈ സോളാർ നമുക്ക് ഇവിടെ എങ്ങനെ കൊണ്ടുവരാം? അതിന് നമ്മുടെ ഓരോരുത്തരുടെ ടെറസിൽ സോളാർ പാനൽ വെച്ചാ മതി. സൂര്യകിരണങ്ങൾ വെച്ച് അത് ചാർജ് ആവും. അത് വെച്ച് എനർജി കിട്ടും. അതിച്ചിരി വില കൂടിയതാണെങ്കിലും നമുക്കെല്ലാവർക്കും വൈദ്യുതിക്കുള്ള ഉപായമാണ്. ഗ്രാമത്തിലെ സ്ത്രീകൾ സോളാർ പാനൽ വെക്കാൻ തയ്യാറായി. അടുത്ത ദിവസം തന്നെ ഗ്രാമത്തിലെ എല്ലാവരും അവരുടെ ടെറസിൽ സോളാർ പാനൽ വെപ്പിച്ചു. അങ്ങനെ ഗ്രാമത്തിലെ കുറച്ച് വീട്ടിൽ വൈദ്യുതി വരും. അപ്പൊ നന്ദിനി അമ്മായിയമ്മോട് പറയും, അമ്മ ഇത് കണ്ടോ, 2 വർഷത്തിന് ശേഷം നമ്മുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാ മോളെ, പക്ഷെ ഇതിന് ഭയങ്കര വില കൊടുക്കേണ്ടി വന്നില്ലേ? ഇപ്പോഴും ഗ്രാമത്തിൽ കുറച്ചു പേർക്ക് വൈദ്യുതി ഇല്ല. കാരണം ഇതിന്റെ ചെലവൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ അമ്മ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ വൈദ്യുതി വന്നു. ഇപ്പോഴും കുറെ വീട്ടില് വൈദ്യുതി ഇല്ലാണ്ടിരിക്കുകയല്ലേ. കുറെ വീടുകളിൽ വൈദ്യുതി ഇപ്പോഴും ഇല്ലാത്തതിന്റെ സങ്കടത്തിൽ നന്ദിനിയും അമ്മായിയമ്മയും. അപ്പുറത്ത് കമലയുടെ മകൾ പിങ്കി പറയും, അമ്മ, നമ്മുടെ നാട്ടില് വൈദ്യുതി വന്നു. നന്ദിനി ആന്റിയുടെ വീട്ടില് വെളിച്ചം കണ്ടോ? അല്ല മോളെ, വൈദ്യുതി അല്ല അത്. നന്ദിനി ആന്റി സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അച്ഛനോട് പറഞ്ഞ് സോളാർ പാനൽ വെച്ചാലോ? ഇല്ല മോളെ, നമ്മുടെ കയ്യിൽ അത്ര പണമൊന്നും ഇല്ലല്ലോ വെക്കാനായിട്ട്.
ആ ഗ്രാമത്തിലെ കുറച്ച് വീടുകളിൽ വൈദ്യുതിയുണ്ട്, കുറച്ച് വീട്ടിലില്ല. അതങ്ങനെ തന്നെ നീണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിലെ കുറച്ച് സ്ത്രീകൾ മരത്തിന്റെ അടിയിലിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നന്ദിനി ചേച്ചി, ഇപ്പൊ AC-യുടെ തണുപ്പിൽ കിടന്നുറങ്ങാലോ നിങ്ങൾക്ക്. നിങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പിന്നെ ചൂട് കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ. കമല ചേച്ചി, ഇതെന്താണ് ഈ പറയുന്നത്? കടം മേടിച്ചിട്ടാണ് ഇത് വെച്ചത്. അതിന്റെ കടം പോലും തീർന്നിട്ടില്ല. നല്ല ചെലവാണതിന്. ഇതിനേക്കാളും നല്ലത് നമ്മുടെ വൈദ്യുതി തന്നെയായിരുന്നു. കമലയും നന്ദിനി സംസാരിക്കണ കേട്ട് അഞ്ജന പറയും, ഞാൻ വിചാരിക്കാ വൈദ്യുതി കൊണ്ടുവരാനായിട്ടേ നമുക്ക് എന്തേലും വഴി നോക്കിയാലോന്ന്. അല്ല, നമ്മളെങ്ങനെയാ വൈദ്യുതി കൊണ്ടുവരണത്? ഇവിടത്തെ ആണുങ്ങൾക്ക് പോലും വൈദ്യുതി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആണുങ്ങൾക്ക് മാത്രം ഇതൊക്കെ ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും ചെയ്തൂടെ? നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ തന്നെ നമുക്ക് വൈദ്യുതി ഓഫീസിൽ പോവാം. അവിടെ പോയി നമുക്ക് വൈദ്യുതി കൊണ്ടുവരാന്നേ. അഞ്ജന പറഞ്ഞു കേട്ട് എല്ലാ സ്ത്രീകളും അതിന് തയ്യാറായി. അങ്ങനെ അടുത്ത ദിവസം ഗ്രാമത്തിലെ എല്ലാവരും വൈദ്യുതി ഓഫീസിൽ പോയി. എല്ലാരും കൂടെ ഒന്നു ചേർന്ന് ഓഫീസറിനോട് കാര്യം പറഞ്ഞു. അഞ്ജനയ്ക്ക് ആ ഓഫീസർ ഒരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തു. ഈ ഫോമാണോ ഫില്ല് ചെയ്യേണ്ട? പെന്ന് തരുവോ? ആ ഓഫീസർ അഞ്ജന പേന ചോദിക്കണ കണ്ട് അയാൾ ഞെട്ടി. എന്നിട്ട് പറയും, നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യാൻ അറിയാവോ? ആ അറിയാലോ, നിങ്ങൾ പേന തരൂ. ഓഫീസർ അഞ്ജനയ്ക്ക് പേന കൊടുത്തു. അഞ്ജന അതിൽ ഇംഗ്ലീഷിൽ തന്നെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇത് കണ്ട് ഓഫീസർ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വരേണ്ടി വരും. കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. സർക്കാർ നിങ്ങൾക്ക് വൈദ്യുതി തരുമെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ സ്ത്രീകളും ഗ്രാമത്തിൽ വെളിച്ചം കൊണ്ടുവരുമെന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഇലക്ട്രീഷ്യൻ വന്ന് അവിടെ വയറുകളൊക്കെ ശരിയാക്കി. അഞ്ജനയുടെ ഭർത്താവ് മുകേഷ് പറയും, ആഹാ, നമ്മുടെ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ അവരുടെ കഴിവ് തെളിയിച്ചു. നിങ്ങൾ കാരണം നമ്മുടെ ഗ്രാമത്തിൽ വീണ്ടും വൈദ്യുതി തിരിച്ചു കിട്ടിയല്ലോ. ഗ്രാമത്തിലെ എല്ലാവരും 2 വർഷത്തിനു ശേഷം വൈദ്യുതി വരുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ വൈദ്യുതിയുടെ വയറൊക്കെ ശരിയായി. അങ്ങനെ 2 വർഷത്തിനു ശേഷം ആ ഗ്രാമത്തിൽ വെളിച്ചം വന്നു. എല്ലാ കുട്ടികളും വൈദ്യുതി വന്നതിന്റെ സന്തോഷത്തിൽ റോഡിലിറങ്ങി ഡാൻസ് ചെയ്യുകയായിരുന്നു. 2 വർഷത്തിനു ശേഷം ബൻസിപ്പൂരിൽ വൈദ്യുതി വന്നു. ഉണങ്ങിക്കിടന്ന ടാങ്കിൽ പോലും ഇപ്പൊ വെള്ളം നിറഞ്ഞു തുടങ്ങി. ഗ്രാമത്തിലെ എല്ലാവരും ലൈറ്റ് വന്നതിന്റെ ആനന്ദത്തിൽ വെളിയിലിറങ്ങി നിൽക്കുകയായിരുന്നു. ഇത് സുമന്റെ കഥയാണ്. അവൾക്ക് എല്ലാം അനുകരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അവളുടെ ഈയൊരു സ്വഭാവം കാരണം അവളുടെ ഭർത്താവും അമ്മായിയമ്മയും ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. സുമനൊരു കൂട്ടുകാരിയുണ്ടായിരുന്നു, പേര് റീമ. അവളുടെ വീട് ഒരു കൊട്ടാരം പോലെയായിരുന്നു. സുമൻ എപ്പോൾ അവളുടെ വീട്ടിൽ പോകുന്നോ അവൾ അസൂയയോടെ എല്ലാ സ്ഥലങ്ങളും നോക്കി നിൽക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് അതുപോലെ തന്റെ വീട്ടിലും ചെയ്യും. സുമൻ, ഈ പണം ഞാൻ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി തന്നതാ. നീ ആ പൈസ കൊണ്ട് സോഫയ്ക്കൊക്കെ കവർ വാങ്ങിയിട്ടിരിക്കുന്നു. ഒന്നാമത് ഒരുപാട് സോഫ കവറുകളും വാങ്ങി പെയിന്റിങ്സ്, അലങ്കാര വസ്തുക്കൾ എല്ലാം നീ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയും എന്തൊക്കെ സാധനങ്ങൾ വേണം? ഇതെല്ലാം അനാവശ്യ ചിലവാ. ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും നിനക്ക് തെറ്റായി തോന്നും. ആദ്യം നീ ഇത്രയും വില കൂടിയ സോഫ വാങ്ങി. അന്ന് അനിലിന് വൈഷിനെയും റിയയെയും സ്കൂളിൽ ചേർക്കേണ്ട സമയമായിരുന്നു. പൈസ മരത്തിൽ കായ്ക്കുന്നതൊന്നുമല്ല മോളെ, അതിങ്ങനെ അനാവശ്യമായി ചിലവഴിച്ചു കളയാൻ. ലാഭിക്കാൻ പഠിക്കൂ. അനാവശ്യ ചെലവുകൾ കൂടി വരികയാ. എന്റെ കൂട്ടുകാരി റീമയെ നോക്ക്. എന്തു വലിയ വീടാ. അവളുടെ വീട്ടിൽ പോയപ്പോഴാ മനസ്സിലായത് ഞാനൊരു മാളികയിലേക്കാ പോയിരിക്കുന്നതെന്ന്. ഇതെന്റെ വീടാ. ഇവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കാഗ്രഹം കാണില്ലേ? സുമൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവൾക്ക് എന്തു തോന്നുന്നോ അത് തന്നെ ചെയ്യും. ഒരിക്കൽ സുമൻ റീമയോടൊപ്പം നാത്തൂൻ പല്ലവിയുടെ അടുത്തേക്ക് പോയി. റീമയുടെ നാത്തൂൻ പല്ലവി നല്ല പൈസക്കാരിയാണ്. പല്ലവി, ഇതെന്റെ ഫ്രണ്ട് സുമൻ. നിന്നെ കാണണമെന്ന് ഇവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇന്ന് വിളിച്ചുകൊണ്ട് വന്നത്. ആഹാ, അത് കൊള്ളാമല്ലോ. ഇരിക്ക്, ഞാൻ ചായയും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. രാമു, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവാ. പല്ലവി, നിന്റെ അടുക്കള നല്ല രസമുണ്ടല്ലോ. പല്ലവിയുടെ അടുക്കള കണ്ണാടി പോലെയാ, അതുകൊണ്ടാ തിളങ്ങുന്നത്. കുറച്ചു ദിവസം മുമ്പാ അവളിവിടെ പുതിയ അടുക്കള പണിഞ്ഞത്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്. ആ അടുക്കളയും കണ്ണാടി പോലാ. എനിക്ക് ആ അടുക്കള കണ്ടപ്പോൾ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിന്തിച്ചു, ഞാനും അതുപോലൊരു അടുക്കളയങ്ങ് പണിതേക്കാമെന്ന്. കുറച്ചു ദിവസം മുമ്പാ പുതിയ അടുക്കള പണിഞ്ഞത്. കണ്ണാടി അടുക്കള കണ്ട് സുമന്റെ മനസ്സിൽ അസൂയ തോന്നി. അവൾ മനസ്സിൽ ചിന്തിച്ചു, തന്റെ അടുക്കളയും കണ്ണാടി പോലാക്കാമെന്ന്. വീട്ടിൽ ചെന്ന് സുമൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കണ്ണാടി കൊണ്ടുള്ള അടുക്കള വേണം. എന്താ കണ്ണാടി അടുക്കളയോ? ഒന്നാമത് ഇവിടെ ചിലവിന്മേൽ ചിലവാ. ഇതിനുവേണ്ടി എത്ര ചിലവാകുമെന്നാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? റീമയുടെ നാത്തൂനും ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ വീട്ടിൽ ആരും എതിര് നിന്നില്ല. റീമയുടെ നാത്തൂന്റെ കയ്യിൽ പണമുണ്ട്. അവൾക്ക് അവളുടെ സൗകര്യത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ നമുക്കത്രയും ചിലവ് ഏറ്റെടുക്കാൻ പറ്റില്ല മോളെ. അനിൽ തന്നെയാണ് കുടുംബം നോക്കുന്നത്. നീ പിന്നെ കുറച്ചുകൂടി ചിലവുകൾ അവനെ ഏൽപ്പിക്കുന്നു.
നിങ്ങൾ എപ്പോഴും ഒഴിവ് കഴിവ് പറയുക. എനിക്കും എന്റെ കൂട്ടുകാരികളെ പോലെയാകണം. അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ പോലെ എല്ലാം എനിക്കും വേണം. അവരുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ. അടുത്ത മാസം റീമയുടെ നാത്തൂൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കും അവളെ കാണിക്കണം. എന്റെ അടുക്കള കണ്ണാടി കൊണ്ടുള്ളതാന്ന്. സുമൻ ആര് പറയുന്നതും കേട്ടില്ല. അവൾക്ക് കണ്ണാടി കൊണ്ടുള്ള അടുക്കള വേണം. അവൾ ഇക്കാര്യത്തിന് ശാഠ്യം പിടിച്ചുകൊണ്ടേയിരുന്നു. അനിൽ കുറെ ചിലവഴിച്ച് സുമന്റെ സന്തോഷത്തിനായി കണ്ണാടി കൊണ്ടുള്ള അടുക്കള ഉണ്ടാക്കാൻ സമ്മതം മൂളി. ദിവസങ്ങൾക്കുള്ളിൽ തിളങ്ങുന്ന കണ്ണാടി കൊണ്ടുള്ള അടുക്കള തയ്യാറായി. അതുവരെയെല്ലാം ഓക്കെയായിരുന്നു. എന്നാൽ ഒരു ദിവസം കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവർ ബോൾ ആഞ്ഞടിച്ചപ്പോൾ ബോൾ നേരെ സുമന്റെ കണ്ണാടി കൊണ്ടുള്ള അടുക്കളയിൽ തട്ടി. ഒരു വശം പൊട്ടുകയും ചെയ്തു. ദൈവമേ, എന്തുപറ്റി? എന്തെങ്കിലും പൊട്ടിയോ? മുത്തശ്ശി, താഴെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങനെയാ ബോൾ വന്നത്. നോക്കൂ, എല്ലാം പൊട്ടിപ്പോയി. നിനക്കറിയില്ലേ ഇത്? അടുക്കളയിൽ കണ്ണാടി മാത്രമേ ഉള്ളൂ. മുത്തശ്ശി, അടുക്കളയ്ക്കൊന്നുമില്ല. അമ്മയും ചന്തയിൽ പോയിരിക്കുക. പെട്ടെന്ന് സുമനും അനിലും വന്നു. ഇനിയും പണി ഇതുപോലത്തെ അടുക്കള. പോയി നോക്ക് അടുക്കളയുടെ അവസ്ഥ. കുട്ടികൾ പന്ത് കളിച്ച് അടുക്കളയുടെ കണ്ണാടി തകർത്തു. ഇനി ശരിയാക്കണം. ശരിയാക്കിയില്ലെങ്കിൽ വല്ല പൂച്ചയോ എലിയോ വല്ലോ അകത്ത് കയറും. കുട്ടികളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഞാനൊന്നു പോയി പറഞ്ഞിട്ട് വരട്ടെ. പിള്ളാരെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റ് നിന്റേതാ. നീയല്ലേ ഈ കണ്ണാടി അടുക്കളയൊക്കെ ഉണ്ടാക്കിയത്. വീട്ടിലാരെങ്കിലും ഇങ്ങനത്തെ അടുക്കള പണിയുമോ? ഇതൊക്കെ വല്ല ഹോട്ടലിലുമല്ലേ പണിയൂ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. തെറ്റ് നിന്റേത് തന്നെയാ. നിങ്ങളെന്തിനാ ഇപ്പൊ പ്രസംഗിക്കുന്നത്? അത് ശരിയാക്കാൻ അറിയാവുന്ന ഒരുത്തിനെ വിളിച്ചോണ്ട് വാ. അതിന് പൈസയാകും. ശരിയാക്കിയാലല്ലേ നടക്കൂ. ചൂടുകാലമെത്തിയപ്പോൾ അടുക്കളയിൽ പതിയെ ചൂട് കൂടാൻ തുടങ്ങി. സുമൻ ജനൽ തുറന്നിട്ടും എന്നിട്ടും അടുക്കളയിൽ ചൂടായിരുന്നു. ചൂടുകൂടിയപ്പോൾ അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അന്നുമുതൽ സുമന് കണ്ണാടി അടുക്കളയ്ക്കുള്ളിൽ എപ്പോഴും ചൂടടിക്കാൻ തുടങ്ങി. സുമൻ കുറച്ച് വിഷമത്തിലായി. എന്തുപറ്റി മോളെ? നീ എന്താ ഇത്ര വിയർത്തിരിക്കുന്നത്? ആ കണ്ണാടിന്ന് നല്ല ചൂട് വരുന്നു. അതുകൊണ്ട് വിയർത്തതാ. കണ്ണാടിയിൽ കൂടി സൂര്യവെട്ടം അടിക്കുന്നതാ. വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കാം. ഇപ്പോൾ അടുക്കളയിൽ നല്ല ചൂടാ. എല്ലാം നിന്റെ ഇഷ്ടം മോളെ. കുട്ടികൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും ചോദിക്കും. അത് കടയിൽ നിന്നും വാങ്ങാം. അങ്ങനെ ചൂടിന്റെ കാര്യം പറഞ്ഞ് സുമൻ അടുക്കളയിലേക്ക് കയറാതായി. കാരണം വെയിലടിച്ച് അടുക്കള ചൂടായിരുന്നു. അവൾ നിർബന്ധം പിടിച്ച് അടുക്കള കണ്ണാടിയുടേതാക്കി. എന്നിട്ടവൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നു. ഒരിക്കൽ റീമ നാത്തൂന്റെ ഒപ്പം അവിടേക്ക് വന്നു. എന്താ, കണ്ണാടിയുടെ അടുക്കള പണിതോ? നീ വലിയ തെറ്റ് ചെയ്തു സുമൻ. ഞാനാ കണ്ണാടിയുടെ അടുക്കള മാറ്റിയിട്ട് മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കല്ലും തടിയും കൊണ്ടുള്ളതാ. എനിക്ക് കണ്ണാടിയിൽ കൂടി വെയിലടിച്ച് ഒരുപാട് ചൂടെടുക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച് ചെയ്തതാ. പക്ഷെ പിന്നെ അതൊരു പ്രശ്നമായി. കഴിഞ്ഞ മാസമേ മാറ്റി. നീ ഇപ്പോൾ വന്ന് അവിടെ നിന്ന് നോക്ക്. എന്റെ പുതിയ അടുക്കള നല്ല രസമുണ്ട്. റീമയുടെ നാത്തോൻ പല്ലവി പറയുന്നത് കേട്ട് സുമന്റെ മുഖം വാടി. അവൾ കന്നുകൊണ്ട് മനസ്സിലായി, അനുകരിക്കുന്നതിലൂടെ അവൾക്കൊന്നും തന്നെ കിട്ടില്ല. പകരം അനുകരിച്ച് കണ്ണാടി അടുക്കള പണിത് അവൾ തനിയെ ബുദ്ധിമുട്ടിലായി. അനിൽ നല്ല സ്വഭാവമുള്ളവനാണ്. അയാൾ സുമനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അയാൾ ഒരിക്കൽ കൂടി അടുക്കള ശരിയാക്കി കൊടുത്തു. അമ്മേ, ഐ എം സോറി. എനിക്കറിയാം എന്റെ അനുകരിക്കുന്ന സ്വഭാവം കൊണ്ട് ഒരുപാട് പൈസ ചെലവായി. ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ ഇനി ഒന്നും ഒരിക്കലും അനുകരിക്കില്ല. എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അതിന് മാത്രമേ ഞാൻ ചെലവാക്കൂ. ഇങ്ങനെ വേണം ബുദ്ധിശാലികളായ മരുമക്കൾ. സന്തോഷമായി ഇരിക്കുമോളെ. അതിനുശേഷം സുമൻ തന്റെ സ്വഭാവം മാറ്റി. മറ്റുള്ളവരെ അനുകരിക്കുന്നതും നിർത്തി. അവൾക്ക് എന്ത് കാര്യമാണോ അത്യാവശ്യം, സുമൻ അതിനുവേണ്ടി മാത്രമേ പൈസ ചിലവാക്കിയുള്ളൂ. Thanks for watching.